ഹലോ വീവേഴ്സ്, വാവ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് മാങ്ങ കൊണ്ടുള്ള ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ലൊരു സൈഡ് ഡിഷിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇപ്പോൾ മാങ്ങയുടെ സീസണല്ലേ, അപ്പോൾ ഞാൻ ചെനച്ച മാങ്ങ കൊണ്ടാണ് അത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ചെനച്ച മാങ്ങ എടുത്തിട്ടുണ്ട്. പച്ച മാങ്ങയാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ ചെനച്ച മാങ്ങയാണെങ്കിൽ ഒന്നുകൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ നാളികേരം ഒരു 4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് എടുക്കാം. ഉപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ കടുക് നമ്മൾ ചതച്ചെടുക്കാൻ കേട്ടോ വേണ്ടത്, നല്ലപോലെ അരയാൻ പാടില്ല. പിന്നെ കുറച്ച് തൈര് വേണം, അത് അധികം പുളിയില്ലാത്ത തൈര് എടുക്കണം. പിന്നെ വറുത്തിടാനായിട്ട് കടുക്, വറ്റൽമുളക്, കരിവേപ്പിൻ്റെ ഇല, ഇത്ര സാധനമാണ് ഇത് ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. അപ്പോൾ ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് ഈ മാങ്ങ ഒന്ന് ചെത്തിയെടുക്കാം. അപ്പോൾ ഞാനത് മൂവാണ്ട മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഈ മൂവാണ്ട മാങ്ങയുടെ ഈ മാങ്ങയുടെ പകുതി ഞാൻ അതേമാതിരി നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് നാളികേരം, പച്ചമുളക്, ഉപ്പ്, ഈ മാങ്ങയും കൂടി ഇട്ടിട്ട് നല്ല പോലെ അരയാൻ പാടില്ല, ഒന്നങ്ങനെ ചതച്ചെടുക്കാം. ഇപ്പം ഞാൻ നാളികേരവും മാങ്ങയും പച്ചമുളകും കൂടിയിട്ട് ഉപ്പും കൂടിയിട്ട് ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുത്തു. ഇനി അതിലേക്ക് നമുക്ക് ഈ കടുകും കൂടി ഇട്ടിട്ട് കടുക് നല്ലപോലെ അരയാൻ പാടില്ല കേട്ടോ, ഒന്ന് കറക്കിയെടുക്കാനേ പാടുള്ളൂ. ഇപ്പം നമ്മൾ മാങ്ങയും നാളികേരവും പച്ചമുളകും കടുകും ഉപ്പും കൂടി ചതച്ചെടുത്ത് കഴിഞ്ഞ് ഇനി ഇത് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ചെനച്ച മാവ് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്താൽ മതി. ഇത്രയും ഈ മധുരം നല്ലൊരു ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ തൈര് ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് കടുക് വറുത്തിടാനായിട്ട് ഒരു ചീനച്ചട്ടി എടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും. ഇനി അതിലേക്ക് നമുക്ക് ഈ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടട്ടെ. കടുക് പൊട്ടി അതിലേക്ക് നമുക്ക് ഈ വറ്റൽമുളക് ഇട്ട് കൊടുക്കാം, കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. ഞങ്ങൾക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇത് നമുക്ക് ഈ ചന്തയിലേക്ക് ഇട്ട് വെക്കാം. ഇപ്പം നമ്മുടെ ചോറിൻ്റെ കൂടി കഞ്ഞിയുടെ കൂടിയും കഴിക്കാൻ പറ്റിയ ചെനച്ച മാങ്ങയും നാളികേരവും കൂടിയുള്ള നമ്മുടെ സൈഡ് ഡിഷ് റെഡിയായി. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതൊക്കെ കുറച്ച് ചെനച്ച മാങ്ങയാണെങ്കിലും കുറച്ച് പുളിയുള്ള മാങ്ങയാണ് കേട്ടോ, അത് നല്ലതാണ്. ഇനിയിപ്പോൾ ചെനച്ച മാങ്ങ കിട്ടിയിട്ടില്ലെങ്കിൽ പച്ച മാങ്ങ കൊണ്ട് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ കുറച്ച് പഞ്ചസാര ഇതിലിട്ടാൽ മതി. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്